അമ്മ ഞാനേ പിന്നെ വിളിക്കാട്ടോ. ശരി എന്നാ. ഒരു ദിവസം ഇങ്ങനെ എത്ര പ്രാവശ്യം വീട്ടിലേക്ക് വിളിക്കും? അതിന് അങ്ങോട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചോളൂ. അമ്മയ്ക്ക് എന്നെ 8-10 പ്രാവശ്യം വിളിച്ചിട്ട് എന്റെ വിശേഷങ്ങൾ അറിഞ്ഞെങ്കിൽ ഉറക്കം വരില്ല. അതെന്തിനായി 8-10 പ്രാവശ്യമൊക്കെ വിളിക്കുന്നത്? ഇനി ഭാര്യ വല്ല പ്രശ്നക്കാരിയാണെന്നോ അറിയാൻ വേണ്ടിട്ടാണോ? അതൊന്നല്ലടോ. നമ്മുടെ കല്യാണത്തിന് മുമ്പ് അമ്മ ഇങ്ങനൊക്കെ തന്നെയായിരുന്നു. ഇതിപ്പോ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലിരുന്നിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങിയാൽ മതി, അപ്പം വിളിച്ചു നോക്കും, മോനെ നീ എവിടെ എത്തിയെന്ന് ചോദിച്ചു. ഇപ്പോഴും അങ്ങനൊക്കെ തന്നെയാ. ഞാൻ എന്താ ചെയ്യുന്നത്, പുറത്താണോ, ഭക്ഷണം കഴിച്ചോ, ഇവിടെ എന്തൊക്കെയുണ്ട് വിശേഷം. പിന്നെ അമ്മയ്ക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടാവും. പക്ഷെ കല്യാണത്തിന് മുമ്പുള്ള ജീവിതമല്ലല്ലോ ഇപ്പൊ. അതൊക്കെ കുറച്ചൊക്കെ നമ്മക്ക് മനസ്സിലാക്കാം. ആഴ്ചയിൽ 1-2 പ്രാവശ്യം വിളിക്കുന്നത് ഓക്കേന്ന് വെക്കാം. ഡെയിലി ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന എനിക്ക് എന്റെ ഭർത്താവിനൊപ്പം സംസാരിച്ചിരിക്കാനുള്ള സമയമാണ് അമ്മ ഇങ്ങനെ കട്ടെടുത്തോണ്ടിരിക്കുന്നത്. എടാ, മക്കളുടെ കാര്യത്തില് അമ്മമാർക്ക് എപ്പോഴും ഒരു വേവലാതിയായിരിക്കും. ഇപ്പൊ അവരൊന്ന് ഫോൺ ചെയ്യുമ്പോൾ ഒന്ന് എടുത്തിട്ട് അമ്മ സുഖമാണെന്ന് പറഞ്ഞാൽ തന്നെ അമ്മയ്ക്ക് സമാധാനമായി. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് അത്രേ വേണ്ടുള്ളൂ. പിന്നെ കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ അമ്മേന്റെ മോൻ തന്നെയല്ലേ. കല്യാണം കഴിഞ്ഞപ്പോ എന്റെ ജീവിതത്തിലല്ലേ മാറ്റങ്ങൾ വന്നിട്ടുള്ളൂ. അതന്നെ ഞാനും പറഞ്ഞേ. നമ്മുടെ ലൈഫിൽ മാറ്റം വന്നല്ലോ. അപ്പൊ ആ മാറ്റം ഉൾക്കൊള്ളാൻ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ തയ്യാറാണ്. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അച്ഛനമ്മമാരും ഒന്ന് അവരുടെ സ്പേസിലേക്ക് മാറി നിൽക്കുന്ന നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവാനാ? എന്ത് പ്രശ്നം ഉണ്ടാവാൻ? എന്റെ അമ്മ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് കുടുംബത്തിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണോ? അഖിലേട്ടനൊന്നും മനസ്സിലാകാനിട്ടാണോ അതോ മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുന്നതാണോ? കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ കുറച്ച് പ്രൈവസി അത്യാവശ്യമാണ്. ഇതൊന്നും മനസ്സിലാക്കാണ്ട് കുടുംബക്കാർ കയറി ഇടപെട്ടാല് അതെനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. സാധാരണ ഭാര്യമാരത് മനസ്സ് വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഞാൻ കുറച്ച് സ്ട്രേറ്റ് ഫോർവേഡ് ആയതുകൊണ്ട് നേരിട്ട് പറഞ്ഞേ ഉള്ളൂ. അത് ശരി. അപ്പൊ ഇങ്ങനത്തെ റൂൾസ് ഒക്കെ ഉണ്ടാ? ആൺമക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ അച്ഛനും അമ്മയും അവനോട് വിളിച്ച് സംസാരിക്കാൻ പാടില്ല? വിളിക്കാനോ സംസാരിക്കാനോ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനൊരു ലിമിറ്റൊക്കെ വേണം. ആഴ്ചയിൽ 1 പ്രാവശ്യമൊക്കെ വിളിച്ച ഒരു കുഴപ്പമില്ല. എനിക്കുണ്ട് ബ്രദറൊക്കെ. അവനൊക്കെ ഒരു 10 ദിവസത്തേക്ക് പുറത്തിറങ്ങിയാലും എന്റെ അമ്മ വിളിച്ചു ചോദിക്കൊന്നുമില്ല. അവനും തിരിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് ഇവിടെ മാത്രം ഒരു പുതിയ എന്ത്? അതും കൂടെ പറയേ. എന്തിനാ നിർത്തി കളഞ്ഞത്? നീല പറഞ്ഞ വലിയ സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്ന് നീ പറഞ്ഞോ, ഞാൻ കേട്ടോളാം. എല്ലാ ബന്ധങ്ങളും നിന്റെ വീട്ടിലെ പോലെയാണെന്ന് നീ വിചാരിക്കരുത്. നീ രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ ഒരുപാട് പ്രാവശ്യം നിന്റെ അച്ഛനമ്മേനെ വിളിക്കുന്നുണ്ടല്ലോ. അതിലെനിക്ക് ഒരു കുഴപ്പമില്ല. അതുപോലെ ഞാൻ എന്റെ അച്ഛനമ്മേനെ വിളിക്കുന്നതിന് പിന്നെ നിനക്കെന്താ പ്രശ്നം?